ഇന്നത്തെ അറിയിപ്പുകൾ. ഓണത്തോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് 8 കോച്ചിൽ നിന്ന് 16 കോച്ചുകളാക്കി വിപുലീകരിക്കാൻ റെയിൽവേ ബോർഡ് അനുമതി നൽകി. ട്രെയിൻ അടുത്തയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസ വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിലെ 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളോടെ സർവീസ് നടത്താൻ റെയിൽവേ ബോർഡ് അനുമതി നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയതായാണ് റിപ്പോർട്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വലിയ വർധനയും സ്ഥിരമായി ഉയരുന്ന ബുക്കിംഗ് തിരക്കും പരിഗണിച്ചാണ് ട്രെയിനിന്റെ ശേഷി ഇരട്ടിയാക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. നിലവിൽ ടിക്കറ്റ് ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ സർവീസിൽ 16 കോച്ചുകൾ എത്തുന്നതോടെ ഓരോ യാത്രയിലും ഏകദേശം 598 അധിക സീറ്റുകൾ ലഭ്യമാകും. ഇതിലൂടെ കൂടുതൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളിൽ കേരളത്തിലേക്കും ബംഗളൂരുവിലേക്കും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം ഏറെ ആശ്വാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം സർവീസ് ആരംഭിച്ചതു മുതൽ മികച്ച യാത്രക്കാരുടെ പിന്തുണയാണ് ഈ വന്ദേഭാരത് ട്രെയിനിന് ലഭിച്ചുവരുന്നത്. അതുകൊണ്ടുതന്നെ കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറുമായി KSRTC. KSRTCയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും പരാതികൾ അറിയിക്കാനും ഇതുവഴി സാധിക്കും. പൊതുജനങ്ങൾക്ക് 149 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. യാത്രക്കാരുടെ സംശയങ്ങൾക്കും പരാതികൾക്കും ഇനി അതിവേഗം പരിഹാരം നേടാമെന്നും KSRTC അറിയിച്ചു. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര വൻ ഹിറ്റായതായും ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്ക് നൽകിയിരുന്ന സൗജന്യ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കി. കെ-ഫോൺ സേവനം ഇനി മുതൽ വേണ്ടവർ ബില്ലടയ്ക്കണം. സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകൾക്ക് നൽകിയിരുന്ന സൗജന്യ കെ-ഫോൺ സേവനം നിർത്തലാക്കി. ഇനി ബില്ലടയ്ക്കുന്നവർക്ക് മാത്രം ഇന്റർനെറ്റ് സേവനം നൽകിയാൽ മതിയെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് ഇമെയിൽ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു. സംസ്ഥാനത്ത് 6000 സ്കൂളുകളിലാണ് കെ-ഫോൺ സേവനം നൽകുന്നത്. ഒരു ഓഫീസിനും ഇനി മുതൽ സൗജന്യമില്ലെന്ന് കെ-ഫോൺ അറിയിച്ചു. കെ-ഫോൺ ആവശ്യമെങ്കിൽ അറിയിക്കണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശവും നൽകി. 2018 മുതൽ കെ-ഫോൺ സേവനം ലഭിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്തെ എല്ലാവർക്കും കുറഞ്ഞ ചെലവിലും ഗുണമേന്മയുള്ളതുമായ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ-ഫോൺ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് നൽകലും പദ്ധതിയുടെ ലക്ഷ്യമാണ്. IT വകുപ്പിന് കീഴിൽ KSEB, KSITL എന്നിവ ചേർന്നാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, IT പാർക്കുകൾ എന്നിവയെല്ലാം കെ-ഫോൺ വഴി ഇതിനകം ബന്ധിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദിവസങ്ങളായി പ്രതിഷേധം കത്തിപ്പടർന്ന കോറോ ഹെൽത്ത് പിരിച്ചുവിടൽ കേസിൽ നിർണായക തീരുമാനം. തൊഴിലാളി വകുപ്പിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ 5 മാസത്തെ ശമ്പളം നൽകാൻ ധാരണയായി. കേരളത്തിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ച കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ കേസിൽ ഒത്തുതീർപ്പിലേക്ക് നീക്കം. തൊഴിലാളി വകുപ്പ്, കമ്പനി പ്രതിനിധികൾ, ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവരുടെ ചർച്ചകൾക്ക് പിന്നാലെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ മുഴുവൻ ശമ്പളവും നൽകാൻ ധാരണയായതായി റിപ്പോർട്ടുകൾ. കമ്പനിയുടെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നായി 100 കണക്കിന് ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും നിരവധി ഘട്ടങ്ങളിലായി അനുരഞ്ജന ചർച്ചകൾ നടത്തുകയും ചെയ്തു. തുടക്കത്തിൽ 3 മാസത്തെ നഷ്ടപരിഹാരവുമായി മുന്നോട്ടു പോയിരുന്ന കമ്പനിക്കെതിരെ ജീവനക്കാർ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഏറ്റവും പുതിയ ധാരണപ്രകാരം 5 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. കൂടാതെ മറ്റു കുടിശ്ശിക ആനുകൂല്യങ്ങളും നിയമാനുസൃതമായ സെറ്റിൽമെന്റ് നടപടികളും പൂർത്തിയാക്കുമെന്നാണ് വിവരം. പിരിച്ചുവിടൽ വിവാദത്തിന് പിന്നാലെ തൊഴിൽ സുരക്ഷ, തൊഴിൽ നിയമങ്ങളുടെ പാലനം, IT മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.